ഇത് ഫുള്ള് മുളങ്കൂട്ടങ്ങളാട്ടോ. നമ്മളേതൊരു എന്താ പറയുക ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയാലും അവിടെ കാണുന്ന കുറച്ച് ഐറ്റംസാണ് ഇത്. പ്രത്യേക രസമല്ലേ ഇവിടെ. ചേട്ടാ സുഖാണോ? എൻ്റെ അവിടെ എന്തായാലും ഇല്ല, നിങ്ങളവിടെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയും. വെൽക്കം ബാക്ക്, ഷെബിയാണേ. അപ്പോൾ നമ്മൾ എന്താ പറയുക മൂലേപ്പാടം പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഇത് ജസ്റ്റ് സൈഡാക്കി നമ്മൾ ഒപ്പം പുതിയ ചെക്കൻ പാടുണ്ട്, നമ്മൾ കാണിച്ചു തരാം പോകുന്ന വഴിക്ക്. ഇപ്പോൾ ക്യാമറൻ്റെ മുന്നിൽ വരാൻ ചെറിയൊരു ഭയമുണ്ട്. അപ്പോൾ അവൻ്റെ പേടി നമുക്കൊന്ന് മാറ്റിയെടുക്കണ്ടേ. അപ്പോൾ പോകണ വഴിക്ക് നമുക്ക് കാണിച്ചു തരാം. എന്നാൽ പോയാലോ? ഒരഗാധമായ കാട്ടിലൂടെയാണ് ഗൈസ് ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പം നമ്മളെ ഉണ്ണിൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഇതുവരെ നമ്മൾ വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആളെ അപ്പോൾ പരിചയപ്പെടുത്തി തരാം. എന്തായാലും മാസ്ക് ഇട്ടാരില്ല, എന്നാലും പോക്കും ഞാൻ തന്നെ. ഇവിടെ ഒക്കെ ഒരു പാടം ഉണ്ട്, പാടം വിട്ടൊരു കളിയില്ല ഇവിടെ. വണ്ടിയിലല്ലേ തരാം. അടിപൊളി പ്ലേസ് അല്ലേ, ഒരു പ്രത്യേക രസം. നമ്മളെ കൂട്ടിൽ നമ്മൾ ബൈജുണ്ണനൊക്കെ ഉണ്ട്, പക്ഷെ മൂപ്പരൊന്നും മുണ്ടണില്ല കേട്ടോ. അതൊക്കെ എന്തെങ്കിലും ഒക്കെ വർത്താനം പറഞ്ഞൂടെ? അമ്മാലോ എന്താ രസം, എടുക്കണോ? അല്ലാ വരിയെന്നാ പൊടി പറഞ്ഞു. രസമുണ്ട്. നിർത്തിച്ചാലോ എന്തെങ്കിലും വേണ്ടേ? ഏതൊക്കെയോ ഒരു കാട്ടുകൂടെ പോവാണ് ഇപ്പൊ, രണ്ട് സൈഡിലും കാട്. അതിന് വൈദ്യുതി വന്ന് ഇറങ്ങി ചോദിച്ചാൽ മതി. ഇപ്പൊ മറ്റേ നമ്മളെ യാത്രയില് ഏതൊരു വീട് എടുക്കുകയാണെങ്കിലും അതിന്റെ എല്ലാ സഹായിക്കണം നമ്മൾ ഉണ്ണിക്കുട്ടനെ പുറത്താക്കുക, പോവാ ചോദിക്കുക, എല്ലാം സുഖമുള്ള പരിപാടിയാണ്. ഇന്ന് പനിക്ക് നമ്മൾ വിട്ടു നിൽക്കണേ. ഇത് ഫുള്ള് മുളങ്കൂട്ടങ്ങളാട്ടോ, ഫുള്ള് മുളയിന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇനി ഈ ഒരു റോഡുള്ളത്. അവിടെ നമ്മൾ കാർ എത്തിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഒരു പ്രത്യേക തര ഒരു ഭംഗി. കാടിൻ്റെ ഉള്ളിലൂടെ എല്ലാ ശബ്ദങ്ങളും. ഇവിടെ എവിടേക്കോ എന്താ പറയുക വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴുകുന്നതിൻ്റെ സൗണ്ട് നല്ലതായിട്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് ജലദോഷമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എൻ്റെ സൗണ്ട് ചെറുതായിട്ടൊക്കെ മാറിയിരിക്കണ്. എന്താ പറയുക സ്ഥലം അതൊരു പൊളിയാണ്. കം സാർ കണ്ടു.
നിങ്ങ പോര് എന്നാ തൽക്കാലം ഒന്ന് ഇറങ്ങി ഒരു രസത്തിന് ആ നബാട്ടിങ്ങനെ നിർത്തുകൊണ്ടൊന്ന് ഇറങ്ങി ചെങ്ങായി. ഇതിനും കൊണ്ടാണ് റബ്ബ് വന്നിക്കണത്. നമ്മളേതൊരു എന്താ പറയുക ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയാലും അവിടെ കാണുന്ന കുറച്ച് ഐറ്റംസാണ് ഇതാ ചപ്പ് ചവറുകൾ. അത് ഇവിടെ ഉണ്ട് കേട്ടോ. സംഭവം ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സുഖമാണ്. പക്ഷെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ അത് കുറച്ച് മോശമല്ലേ? ഇത് നല്ല ഉഷാർ പരിപാടിയാണ്. ഒരു അഗാധമായ കാട്. ഒരഗാധമായ കാട്. ആ കാടിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യാണ്, വണ്ടി ഓടിച്ചിങ്ങനെ ഒരു പ്രത്യേക സുഖാട്ടോ അവിടെ. ഞങ്ങളിപ്പോ എന്താ ചെയ്യാ, നമ്മളെ യാത്രയില് ഇല്ല ഫുഡ് മൊത്തം അടിച്ച് കയറ്റിയാണ്ട് എന്താ വയറിളക്കി കിടക്കാണ്. എന്താണ് ചെയ്യാ, ഇല്ലത് മൊത്തം അടിച്ച് കയറ്റും. ഒന്ന് നീച്ചു പോകുന്നുണ്ട് എനിക്ക്. ആളെ എപ്പോഴെങ്കിലും ഒക്കെ പിടിച്ചാൽ ആള് മാസ്ക് കിട്ടി നിൽക്കാൻ. അല്ല ഞാന് അല്ല എനിക്ക് ഇൻസ്റ്റാഗ്രാമില്ലേ അതില് ഫോട്ടോ അല്ലേ, അത് മതി. മതിടാ സൂര്യകാന്തി സൂര്യകാന്തി ഒരു സുഖമല്ലോ ഇപ്പൊ. സ്ഥലം ഉണ്ടല്ലോ കാണിച്ചേ. ഹീറ്റെടുപ്പിച്ചെന്നാ പോലെ ഐസ്ക്രീം എന്നിട്ടോ അടിപൊളി ന്യൂ ഇയറിന് പ്രത്യേക രസമല്ലേ ഇവിടെ. നമ്മളങ്ങനെ വിചാരിച്ച സ്ഥലത്തെത്തി. അപ്പോൾ ഇതാണ് സംഭവം. നമ്മൾ ഒരു റീല് കണ്ട് വന്നാണേ. എന്തൊക്കെയോ വലിയ ആനേന് തേങ്ങേനെന്നൊക്കെ കരുതിയാണ് ഇങ്ങോട്ട് നിന്നപ്പോൾ ഇവിടെ ആകെ കാണല്ലേ ഇതാ ഈ ഒരു വെള്ള. അതും ഒരു കാടിൻ്റെ നടുവിലാട്ടല്ലേ. അവർക്ക് ഇറങ്ങാനുള്ള പെർമിഷൻ ഒന്നുമില്ല, എന്നാലും ഒരു പ്രത്യേക രസം. അങ്ങോട്ടൊരു മലയുണ്ട്. ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇതാ ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റും ഇനി നമുക്ക്. അടിപൊളിയല്ലേ. നമ്മളിപ്പോൾ ഉള്ള ആളാണേ ബൈജോൺ. നമ്മൾ ആ കാറിലിരുന്നില്ലല്ലോ, എന്താ പറയാ മുട്ടായി തന്നെ വയറ്റുന്ന കുറിച്ചൊക്കെ ആ ആളാണിട്ടത്. നമ്മൾ വെറുതെ പറഞ്ഞ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല മൂപ്പർക്ക്. മൂപ്പര് ഹാപ്പിയാ. വെറുതെ പണിയിട്ടാ നിൽക്കണ്ട. നമ്മളങ്ങനെ സ്പോട്ടിലെത്തി. എന്താ പറയാ വീഡിയോയിൽ കണ്ട രസമൊന്നും ഇല്ലെങ്കിലും വെള്ളച്ചാട്ടം പറഞ്ഞാൽ ഇതാണ് സാധനം. വെള്ളച്ചാട്ടമല്ല, അതൊരു സംഭവം. ഒരു പാലം ഞാൻ കാണിച്ചു തന്നല്ലോ, ആ സെയിം സാധനം. എന്തായാലും വന്നാലും എത്തിയാണ്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി പകുതി കഴിഞ്ഞിട്ടോ. അതൊക്കെ കഴിച്ചിങ്ങനെ എന്താ പറയുക ഇനിയിപ്പോൾ നമ്മൾ തിരിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ തിരിച്ച് പോകുന്നതിൻ്റെ മുന്നായിട്ട് ഇനി വേറെ ഏതെങ്കിലും സ്ഥലങ്ങളാണെങ്കിൽ അവിടെ നിർത്തണമെന്നുണ്ട്. നോക്കാം നമുക്ക്. എന്തായാലും ആ റീല് കണ്ടിട്ട് നമ്മൾ പോയി, പക്ഷെ വിചാരിച്ചത്രയൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയാം. ആ നമ്മളെ വൈജോട്ടനെ കണ്ടില്ലല്ലോ. ആ വൈജോട്ടൻ കാണിച്ചെടുത്താ. ഇതാണ് വൈജോട്ടൻ കേട്ടോ. ഉണ്ണിക്കുട്ടനെ പിന്നെ ഇടയ്ക്ക് കാണില്ലത് അവിടെ. പിന്നെ വൈജോട്ടൻ്റെ ഫോട്ടോ ഇൻസ്റ്റയിലുണ്ട്. അപ്പൊ ഇൻസ്റ്റയിൽ വേണമെങ്കിൽ ഞാൻ താഴത്ത് കൊടുക്കുക. നിങ്ങൾ എന്താ പറയാ ഫോളോ ചെയ്യേ, അവനക്ക് വല്ല മെസ്സേജ് അയക്കുക. അവനാകെ ടെൻഷൻ എന്താ വെച്ചാല് ആരും അവനെ നോക്കണില്ല. അപ്പൊ നിങ്ങളെല്ലാരും നോക്കിയാണ്ട് ഒന്ന് സഹകരിക്കുക അല്ലേ ഉണ്ണിയെ? ആ നമ്മളിന്ന് തിരിച്ചാ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ തിരിച്ചു പോകണേ. ഓ പിന്നെ ഞങ്ങളിപ്പോ അല്ല ഒരു നാളെ ഈ വീഡിയോ ഉണ്ടായി ഫോറസ്റ്റുകാരൻ ഞോന്റെ നോക്കിട്ട് തുറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ എന്താ പറയാ വണ്ടി നിർത്തണോ വേണ്ട എന്നാ പോവാ. രസല്ലേ, പ്രത്യേക രസത്തിൽ. നമ്മളങ്ങനെ കൊരങ്ങനെ കണ്ടു കേസ്. പക്ഷെ എന്താ ചെയ്യ, ഈ വണ്ടിക്ക് രണ്ട് കൊരക്കന്മാർക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് നമ്മൾക്ക് രണ്ടെണ്ണം ഉണ്ട് എന്നാലും. അപ്പൊ ഇനി നേരെ നമ്മൾ ഇനി തിരിച്ചു പോകണം. തിരിച്ചു
പോവാന്ന് പറയണെങ്കിൽ പോണ വഴിക്ക് എവിടെയൊക്കെ കയറുണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഉണ്ണിക്ക് ഓക്കെ ആണെങ്കിൽ മറ്റേ ചങ്ങായിൻ്റെ ഞാൻ ചോദിക്കണില്ല. ഓൻ അവിടെ ചെന്നാലും നെഗറ്റീവ്. നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് പോവാം. ഏതാ മലീക്കുള്ള റോഡ് ഏതാണോ? ആ അറിയാലോ. 2 മണിക്കൂറിന്റെ കാര്യമുള്ളൂ. ഓക്കെ ആരെങ്കിലുണ്ടോ? 2 മണിക്കൂർ കൊണ്ടൊന്നും കയറി തീരില്ല. ആകെ കഴിയും. ഞാൻ പകുതി മുക്കാലും വണ്ടി കയറും. പിന്നെ എത്താ ആരറിഞ്ഞ റോഡ് ഇവിടെ നമ്മള് വീണ്ടും കുരങ്ങനെ കണ്ടു ഗൈസ്. ആ താഴത്തൊക്കെ ഒന്ന് പോയി. ആ ഇവിടെ ഒരു വലിയ മുത്തശ്ശി. ചേട്ടാ സുഖാണോ? എന്തൊക്കെയോ ഇതാണ് തൊള്ളി. ചുറ്റുഭാഗത്ത് റബ്ബർ തോട്ടങ്ങളിൽ ഇതിന്റെ ഇടയിലൂടെ ഒരു ചുവന്ന ടൊയോട്ട ഇറ്റിയോസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിലിരുന്ന് മാസ്ക് ഇട്ടുണ്ട് ഒരു വകയില്ലാതെ ഇരിക്കണം. നമ്മളെ വൈജണ്ണനെ കണ്ടിട്ടിരിക്കുന്ന കൈസരെ കാണുന്നില്ല. എന്തായാലും പുള്ളിന്റെ അക്കൗണ്ട് നമ്മൾ താഴെ കൊടുക്കണ്ടേ? മറ്റേ പെൺകുട്ടികളുണ്ടെങ്കിൽ മെസ്സേജ് ആക്കി കൂട്ടി. നമ്മളെ അക്കൗണ്ട് നോക്കാറില്ല. സ്റ്റോറി ഇടാം അല്ലേ? നമ്മളതിനല്ല സ്റ്റോറി ഇടാ റീൽസ് ആണ് അല്ലേ? മറ്റേ ആ മനുഷ്യനെ ഉണ്ടോ? ഞാൻ ഇന്ന് അയച്ചെന്നില്ല. ഞാൻ കഴിച്ചോ? നമ്മള് വീണ്ടും ഒരു മണങ്കാടിന്റെ ഉള്ളിലേക്ക് വീണ്ടും പ്രവേശിച്ചു. നമ്മള് തിരിച്ചു പോയപ്പോ ഇവിടെ നിർത്തിയില്ല. പക്ഷെ വീടെടുത്തില്ല. നമ്മൾ ഇൻട്രോ ഇവിടെ നിർത്തത്. ബാക്കി പിന്നെ ഇങ്ങനെ പോയി ഇങ്ങനെ പതുക്കെ പതുക്കെ കണ്ടു. ഇതൊരു രസമുണ്ട് ഈ സംഭവം. നിർത്തണോ? ആണെ നിർത്തിപ്പോ 2 ഫോട്ടോ എടുത്ത് പോവാം. നമ്മളപ്പുറത്ത് കണ്ടത് നെല്ലുംപാടാട്ടോ. നമ്മളവിടെ നദിക്ക് കാണാൻ കിട്ടാത്ത സംഭവമാണത്. എൻ്റെ അവിടെ എന്തായാലും ഇല്ല. നിങ്ങളവിടെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയും. നമ്മളിനി നേരെ തിരിച്ചു പോവാണേ.